ലവ് എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഈ ജെൻഡർ, സെക്സ് ഇങ്ങനത്തെ ഒരു ഭാഗമില്ല. നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിന് എന്തും അക്സെപ്റ്റ് ചെയ്യാൻ അതനുസരിച്ച് പോകാനുള്ളൊരു പവർ ഉണ്ട്. ഫീലിങ്സ് ഒരിക്കലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെക്സ് മാരേജ് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും ആ ഒരു ഫീലിങ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. രാഹുലെ, ഈ സെയിം സെക്സ് മാരേജ് ഇത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് പ്രശ്നമേ ഉള്ളൂ. എന്ത് പ്രശ്നമുള്ളത്? ഈ ലോകം മാറ്റിമറിക്കാനാണ് ഉദ്ദേശിച്ചത്. എനിക്കതാണ് അറിയാൻ വയ്യാത്തത്. നമുക്കൊരു എന്താ പറയാ, അടുത്ത ജനറേഷൻ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. അടുത്ത ജനറേഷൻ എങ്ങനെയാണെന്ന് അപ്പുറത്തേക്കും എന്നുവെച്ചാൽ എല്ലാവരും സെയിം സെക്സ് മാരേജ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഈ ഒരു ഇമോഷനും അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഉള്ള ആൾക്കാര് സെയിം സെക്സ് മാരേജ് ചെയ്യുന്നതുകൊണ്ട് എന്താ? ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മാത്രമല്ല, അതായത് ഇത് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ എന്നും കൂടെ പറയാൻ പറ്റും. ഹോർമോൺ വേരിയേഷൻ അല്ലാണ്ട് ഇവിടെ വേറെ ആരും സെയിം സെക്സ് മാരേജുകളൊന്നും ചെയ്യുന്നില്ല. കാരണം എന്നുവെച്ചാൽ അതൊരു നമ്മുടെ ഇപ്പൊ എനിക്കൊരു ജീവിത പങ്കാളി വേണം, എനിക്ക് ഇമോഷൻസ് ഉള്ളത് എന്റെ സെയിം സെക്സിനോടാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ തെരഞ്ഞെടുക്കാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ എല്ലാരും പറയുന്നുണ്ട് ഈ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായാൽ മാത്രമാണ് തോന്നത്തുള്ളൂ, ഇത് മറ്റുള്ളവർക്ക് ഇതാവില്ല അതാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവരുടെ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തുകൂടിയില്ല. അറിയാവുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. പണ്ടില്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? പണ്ട് അറിയത്തില്ലായിരുന്നു എന്നൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. പണ്ടില്ലെന്ന് ഞാൻ പണ്ടില്ലെന്ന് പറയത്തില്ല. അല്ല, അന്ന് അറിയത്തില്ലായിരുന്നു. ഇന്ന് അതിനെപ്പറ്റി ഡെഫിനിഷൻസ് ഉണ്ട്. ഇന്ന് കൂടുതൽ പഠനങ്ങൾ. അതാ പറഞ്ഞേ, പണ്ട് അങ്ങനെയുള്ളവർ ഒന്നിക്കുന്നത് അങ്ങനെയുള്ളവർ മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, വളർന്നു വരുന്ന കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് തന്നെ വളർന്നു വരുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആകത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം എങ്ങനെ പറയാൻ പറ്റും ഇൻഫ്ലുവൻസ് ആവില്ലെന്ന് പറയാൻ പറ്റും? രാഹുലിന്റെ ഓപ്പോസിറ്റ് സെക്സിനോടാണ് ഫീലിങ്സ്. രാഹുൽ ഡെയിലി ഒരു ഗേ കപ്പിളിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ അതിന് ഇൻഫ്ലുവൻസ് ആവില്ല. ഞാൻ വളർന്ന സാഹചര്യം ഇപ്പൊ എനിക്ക് ഇത്ര ഏജ് ആയി, ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ശീലിച്ചില്ല. അപ്പൊ എനിക്കിനി അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇനി വളർന്നു വരുന്ന തലമുറയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളർന്നു വരുന്ന തലമുറകളാണെങ്കിലും ഇത് നമ്മുടെ ജനറ്റിക്കലി ഉള്ള ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഏത് തലമുറ വളർന്നു കഴിഞ്ഞാലും അതൊരു ഹോർമോണാണ്. റിയാക്ഷൻ ഉണ്ടാവുന്നത് എനിക്ക് ആരോടാണോ തോന്നുന്നത്, അല്ലെങ്കിൽ എന്റെ ക്രോമസോം അനുസരിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സിന് എന്തും അക്സെപ്റ്റ് ചെയ്യാൻ അതനുസരിച്ച് പോകാനുള്ളൊരു പവർ ഉണ്ട്. മനസ്സിന്റെ പ്രധാനമായിട്ടൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല. ഇപ്പോ നമ്മള് ഈ ഒരു പാട്രിയാർക്കി അനുസരിച്ച് ജീവിച്ചിട്ട് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഇതാണ് നമ്മുടെ പാർട്ട്ണർ ആവേണ്ടത് എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കുന്നു. ഒരു മൊമെന്റ് എത്തുമ്പോൾ മനസ്സിലാക്കുകയാണ് എനിക്ക് എന്റെ ഓപ്പോസിറ്റ് എന്റെ വൈഫ് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് ഒരു ഫീലിങ്സും തോന്നുന്നില്ല, എനിക്ക് ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല, ഇനി ഫിസിക്കൽ കണക്ഷൻ വരുന്നില്ല. ഇമോഷണലും ഫിസിക്കലും കണക്ട് ചെയ്യാൻ പറ്റാതെയാണ് അപ്പൊ നമ്മൾ തിരിച്ചറിയണം എനിക്ക് ഇതൊക്കെ കണക്ഷൻസ് എല്ലാം തോന്നുന്നത് എന്റെ സെയിം സെക്സ് ആൾക്കാരോടാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു പാത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്നും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പോ ഒരു ടീനേജിന്റെ ആ ഒരു സമയം തൊട്ടായിരിക്കാം മേ ബി കൂടുതലായിട്ടും ആൾക്കാർക്ക് ഇതിന്റെ ആ ഒരു അട്രാക്ഷൻസും അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഒരു ടീനേജറായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അവർക്ക് അവരുടെ സെയിം സെക്സുള്ള ആൾക്കാരോട് ഇത് തോന്നുന്ന സമയത്ത് ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലെസ്ബിയൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗേ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ബൈസെക്ഷൽ ആണ്, ഇത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു പോയിന്റിൽ നിൽക്കുന്നതിനെക്കാട്ടിലും അതിനൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്നൊന്നുമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കും, എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കത്തില്ല. ഇപ്പൊ എന്റെ ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്നെയും എന്നെ മാത്രം ബാധിക്കുന്ന, അല്ലാതെ അത് വേറെ ഒരാളെ അത് ബാധിക്കുന്നില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അനശ്വര രാജിന്റെ ഒരു മൂവി ഉണ്ട് മൈക്ക് എന്ന് പറഞ്ഞിട്ട്. അതില് അനശ്വര രാജിന് ഈ ബോയ്സിനോട് അധികം താല്പര്യമില്ല. അവരോട് എന്താ പറയാ, ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ആ ഒരു മൈൻഡേ ഉള്ളൂ. അപ്പോൾ ഇവളെന്നെ ചിന്തിക്കുകയാണ്, ഈ കുട്ടി തന്നെ ചിന്തിക്കുകയാണ് പെൺകുട്ടികളോടാണ് ഇവക്കൊരു താല്പര്യം. അപ്പൊ അവള് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്താ പെൺകുട്ടികളോടാണോ ഇനി എനിക്ക് താല്പര്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന വെച്ചാൽ ഓക്കെ എനിക്ക് ഈ ഒരു ഭാഗത്തോട് താല്പര്യം ഇല്ല. അതെ, ഞാൻ പറഞ്ഞു അപ്പോ ഇനി പെൺകുട്ടികളോടാണോ എനിക്ക് താല്പര്യം എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ല, ആ ഒരു മൂവിയുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് പുള്ളിക്കാരത്തി ഒരു സെക്സ് വർക്കറിന്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് എനിക്ക് ലെസ്ബിയനോടാണോ താല്പര്യം എന്നറിയാൻ വേണ്ടി പോവും. അപ്പൊ മനസ്സിലാവും ഇല്ല ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ ചില പെൺകുട്ടികൾക്കാണേലും ആൺകുട്ടികൾക്കാണേലും ഇപ്പൊ ചില പെൺകുട്ടികളെ കാണുമ്പോൾ കൊള്ളാം അടിപൊളി തോന്നാറില്ലേ? ഉണ്ടോ ഇല്ലയോ? തോന്നാറുണ്ടോ ഇല്ലയോ? പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞു വരട്ടെ. അത് ഒരു സൗന്ദര്യ ആസ്വാദനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനെ തെറ്റിദ്ധരിക്കപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ ആതിരെ പറഞ്ഞ പോലെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഇത്രയും ഹോർമോൺ ചേഞ്ചസ് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും. ഇവര് കണ്ടു വരുന്നത് ഈ ബിഗ് ബോസിലെ മറ്റേ ആദില നൂറ ഇതേപോലുള്ളവരെ കണ്ടു വരുമ്പോഴത്തേനും ഇവർക്ക് ഇതേപോലെ ഏതൊരു കുട്ടിയോട് ഇതേപോലെ ഉണ്ടെങ്കിൽ അവരും തെറ്റിദ്ധരിക്കപ്പെടുന്നതല്ല. അല്ല, ഇപ്പൊ ആദില നൂറയുടെ കേസ് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ലവ് എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഈ ജെൻഡർ, സെക്സ് ഇങ്ങനത്തെ ഒരു ഭാഗമില്ല. അത് പ്യുവർ ലവ് ആണ്. അതിനകത്തേക്ക് ഈ ഒരു സെക്ഷുവാലിറ്റി കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇനി ഇതെങ്ങനെയായിരിക്കാം, അത് അങ്ങനെയാണോ, ഈ കൺഫ്യൂഷൻസ് ഒന്നും വരുത്തില്ല. ഇപ്പൊ ആ ഒരു സിനിമ എടുത്ത് പറഞ്ഞില്ലേ, ആ സിനിമയ്ക്കകത്ത് തന്നെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന അബ്യൂസുകൾ കൊണ്ട് അവർക്ക് പുരുഷന്മാരോട് ഒരു വിരോധമാണ് ഉണ്ടായത്. അവർക്ക് അട്രാക്ഷനും ഫീലിങ്സും ഉള്ളത് പുരുഷന്മാരോട് തന്നെയാണ്. പക്ഷെ അവർക്ക് നേരിട്ടിട്ടുള്ള അബ്യൂസ് കൊണ്ട് എല്ലാ പുരുഷന്മാരെയും അവർ ആ ഒരു തലത്തിൽ ജഡ്ജ് ചെയ്യുകയാണ് ചെയ്തത്. ഫീലിങ്സ് ഒരിക്കലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞത്. നമ്മുടെ പാട്രിയാർക്കി അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീ എന്ന തലങ്ങളിൽ കല്യാണം കഴിച്ചിട്ട് അവർക്കത് വർക്ക്ഔട്ട് ആവാതെ ഞാൻ പറഞ്ഞത് പുരുഷന് സ്ത്രീ മാത്രം കല്യാണം കഴിക്കണം, അങ്ങനെയുള്ളവർ മാത്രം മതി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യമേ പറയട്ടെ അതിര എന്ന് പറയട്ടെ. ഇതിനെ ഇങ്ങനെ എല്ലാരും കൂടെ പൊക്കി പിടിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്ന കാര്യമില്ല. എന്തിനാണ് ആഘോഷിക്കുന്നത് ഇങ്ങനെ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, ഒരാണ് പെണ്ണും കല്യാണം കഴിക്കുന്നു. എവിടെ ആണ് പെണ്ണ് കല്യാണം കഴിച്ചാൽ അതൊരു വലിയ വാർത്തയായിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ ഒരു സാധാരണ കാര്യമായിട്ട് വിട്ടുകഴിഞ്ഞാൽ ഓക്കെ. ഇത് ഞാൻ പറയട്ടെ, ഇതിനെ നോർമലൈസ് ചെയ്ത് കാണേണ്ട കാര്യത്തെ ഓക്കെ അതന്നെ പറയാം. അത് നോർമലൈസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞേക്ക് പ്രശ്നമാണ് പലപ്പോഴും എന്തിനാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കും വരത്തില്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് നല്ലൊരു ജനറേഷനെ നഷ്ടപ്പെടും. ഇതൊരു പ്രൊമോഷൻ അല്ല. കാരണം ഡെയിലി ഇപ്പൊ അവരെന്തെങ്കിലും ഒരു ഫാക്ടർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പല തലങ്ങളിൽ കൊണ്ട് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇവരവരുടെ ഡെയിലി ലൈഫ് സാധാ കപ്പിൾസിനെ പോലെ നയിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവരവരുടെ മേഖലകൾ ഏറ്റവും കൂടുതൽ ട്രാൻസ് പറഞ്ഞിട്ടുള്ളത് അവരേതെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി അവർ അറിയപ്പെടാനാണ് അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. ഇപ്പൊ അവരൊരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ ബ്യൂട്ടീഷ്യൻ എന്ന് പറയുന്നതാണ് ഇഷ്ടം. ഇനി റൈറ്റർ ആണെങ്കിൽ അവർ റൈറ്ററിനും, ജേർണലിസ്റ്റ് ആണെങ്കിൽ ജേർണലിസ്റ്റും പ്രൊഫഷണലി അറിയപ്പെടാൻ തന്നെയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമൂഹം ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പോഴും പുരുഷനും സ്ത്രീയും മാത്രം മതി, അതാണ് കറക്റ്റ്, അങ്ങനെ ഉള്ളത് മതി, മഴവില്ലുകളൊക്കെ ആകാശത്ത് മതി, ഭൂമിയിൽ വേണ്ട, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവരാണ് ഇത് വീണ്ടും വീണ്ടും എടുത്ത് ഓക്കെ ഇവരിതാണ് അവരതാണ് എന്ന രീതിയിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ്സ് കണ്ടിട്ടുള്ള ഒരു ആളുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് നാദ്രയുടെയാണ്. നാദ്ര പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നാദ്ര എന്തിട്ട് കഴിഞ്ഞാലും നാദ്രയുടെ പഴയ പേരും അല്ലെങ്കിൽ നാദ്ര വേറെ ആരുടെയും ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളിൽ പോയി ഇടപെടുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ ഇതേപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെല്ലാം ഞാൻ പോയി എതിർക്കുമെന്ന രീതിയിൽ അവരെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അല്ലാതെ ഇവരാരും വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ട്രാൻസ് പോലും നിങ്ങൾ ഇങ്ങനെ ആവണോ എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ലെസ്ബിയൻസ് വന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഒരിക്കലും ലെസ്ബിയനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആദര അങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഒരാളെയല്ല ഞാൻ പറയുന്നത്. അവരെയല്ല ഞാൻ പറയുന്നത്, ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ആദില നൂറ പിന്നെ ഇപ്പൊ പറഞ്ഞ നാദിറ, ഇങ്ങനെയുള്ളവരെയല്ല ഞാൻ കുറ്റം പറയുന്നത്. അവർക്ക് അവരുടെ ഇഷ്ടം ഓക്കെ. പക്ഷെ ഇങ്ങനെയുള്ളവരെ മുതലെടുത്തോണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതെന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ചർച്ച ഇവിടെ വന്നു. നല്ലത് കണ്ടു കഴിഞ്ഞാല് എല്ലാരും നല്ലതെന്ന് പറയും. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാൾ വന്നിട്ട് അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് അവരുടെ ഫീലിങ്സ് പറയുന്ന സമയത്ത് നിനക്കെന്തോ പ്രശ്നമുണ്ട് എന്ന തലങ്ങളിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് നമ്മൾ ഭയങ്കര ഭീകരമായിട്ട് ചർച്ച ചെയ്യണ്ട. ഇത് നോർമലാണ്. നമ്മളെ ഇപ്പൊ എന്നെ ബാധിക്കാത്തടത്തോളം കാലം എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ എന്റെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് ഇത് നോർമൽ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ചർച്ച എടുത്തത്? കാരണം ഇത് കൂടുതലായിട്ടും ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുമോ,
അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പറയില്ലേ ഫെമിനിസം എന്തിനാ ചർച്ച ചെയ്യപ്പെടുന്നത്? കാരണം ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ ഒരു സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. പല സ്ഥലങ്ങളിലേക്കും ഇപ്പോഴും ഇതൊന്നും എത്താത്ത ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിലും പാട്രിയാർക്കി അനുസരിച്ചിട്ട് സ്വന്തം ഫീലിങ്സ് ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവര് ഇത് പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ സ്വതന്ത്രമായി അവരുടെ സെക്ഷുവാലിറ്റിയിലും ജെൻഡറിലും സ്വതന്ത്രമായി പറഞ്ഞ് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചോട്ടെ. ആ തലത്തിലാണ് ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഇത് പ്രൊമോഷൻ ചെയ്യല്ല അവര്. ഇത് ചെയ്യുന്ന അവര് പ്രൊമോഷൻ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതിനെ മുതലെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ മുതലെടുക്കുന്ന ആൾക്കാരെ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇത്തരം ആൾക്കാർ അവരുടെ ലൈഫ് കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവുകയും അവരുടെ ജീവിതം നോർമൽ ആയെന്ന് കാണിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആരെങ്കിലും ഇങ്ങനെ സ്വന്തം ഫീലിങ്സ് ഒക്കെ ഒതുക്കി അല്ലെങ്കിൽ പറയാൻ പറ്റാതെ ഈ കൂട്ടിലടക്കപ്പെടുന്ന രീതിയിൽ സ്വന്തം ഹൃദയത്തെ അങ്ങനെ ഒരു സമൂഹമായിട്ട് എനിക്കിപ്പോ തോന്നുന്നില്ല. ഇതിപ്പോ പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കിയിരിക്കേണ്ട ഇപ്പോഴും ഉണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അതിപ്പോ ഈ പറയുന്ന പോലെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇപ്പോ എന്താ ഇത് നോർമലായി തുടങ്ങിയെന്നാണ് പറയാം. പക്ഷെ ഇപ്പോഴും നോർമൽ അല്ലാതെ ആക്കുന്നത് ആരാണ്? ഇവരെ വളരെ പ്രൊമോട്ട് ചെയ്ത് എന്തോ വലിയ കാര്യമാണ് എന്ന് കാണിക്കുന്നവരാണ്. ഓവർ പ്രൊമോഷൻസിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ബാധിക്കാത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. പ്രൊമോഷനായി ഇത് ഭയങ്കര ഇത് തലയിൽ എടുത്ത് വെക്കേണ്ട ഫാക്ടർ ഇല്ല. എല്ലാം ഒരു അവരവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. സെയിം സെക്സ് മാരേജ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ ഒരു സെക്സ് മാരേജ് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും ആ ഒരു ഫീലിങ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ.